ഹായ് ഫ്രണ്ട്സ്, സ്റ്റേ ടു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡി സി വോൾട്ട് മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഡി സി വോൾട്ടേജൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു മീറ്റർ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് ഒരു 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഉള്ളൊരു മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു മീറ്ററാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇവിടെ ഒരു IC ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് കപ്പാസിറ്ററും റെസിസ്റ്ററും പൊട്ടൻഷ്യോമീറ്റർ, അതുപോലെ തന്നെ റെഗുലേറ്റർ IC ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 140 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് നമുക്ക് DC വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം മൾട്ടിമീറ്റർ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു 100 വോൾട്ട് വരെ DC മെഷർ ചെയ്യാൻ നമുക്ക് ഇത് വെച്ച് പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 3 വയർ വരുന്നുണ്ട്. ഈ 3 വയറിൽ ഈ ബ്ലാക്ക് വയർ നമുക്ക് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയ വോൾട്ട് വേണമല്ലോ, അപ്പോൾ അതിൻ്റെ നെഗറ്റീവാണ്. പിന്നെ കാണുന്ന റെഡ് വയർ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വോൾട്ടേജ്. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടേജ് നമ്മൾ കൊടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് മിനിമം ഒരു 5 വോൾട്ട് DC ആണ് കൊടുക്കേണ്ടത്. മിനിമം 5 വോൾട്ട് DC, ഒരു 24 വോൾട്ട് DC വരെ നമുക്ക് വർക്കിംഗ് വോൾട്ടേജ് ആയിട്ട് ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി. ഒന്ന് നെഗറ്റീവ്, പിന്നീട് റെഡ് പോസിറ്റീവാണ്. DC വോൾട്ടേജ് 5 വോൾട്ട് മുതൽ 24 വോൾട്ട് DC വരെ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അപ്പം പിന്നുള്ളത് ഒരു യെല്ലോ വയറാണ്. ഇത് റെഫറൻസ് വോൾട്ടേജാണ്. നമുക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് ചെറിയൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഞാനിത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ അഡാപ്റ്ററിൽ ഞാനിത് കണക്ട് ചെയ്യുകയാണ്. അപ്പം കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രോക്കോഡിൽ ക്ലിപ്പാണ് എടുക്കുന്നത്. ഇത് നെഗറ്റീവാണ്. നെഗറ്റീവിലേക്ക് ക്രോക്കോഡിൽ ക്ലിപ്പ് കണക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഈ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറിലേക്ക് ഞാൻ ഗ്രൗണ്ട് കണക്ട് ചെയ്തു. നെഗറ്റീവ് വോൾട്ടേജ് ഗ്രൗണ്ട് കണക്ട് ചെയ്തു. പിന്നെ പോസിറ്റീവ് സൈഡ് ഞാനൊരു യെല്ലോ കളർ വയർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ നേരെ റെഡ് വയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2 വയറാണ് കണക്ട് ചെയ്തത്. ഇത് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജാണ്. ഇത് ഓൺ ആകാൻ വേണ്ടിയുള്ള വോൾട്ടേജ് വർക്കിംഗ് വോൾട്ടേജാണ്. അപ്പോൾ ഞാൻ ഓൺ ചെയ്യുകയാണ്. ഓണായിട്ടുണ്ട്. ഞാൻ എൻ്റെ കാണിച്ചു തരാം. ഇത് ഓണായിട്ടുണ്ട്. പിന്നെ യെല്ലോ വയർ എന്ന് പറഞ്ഞത് നമുക്ക് മെഷർ ചെയ്യാനുള്ള വോൾട്ടേജാണ്. അപ്പോൾ ഞാൻ ഈ യെല്ലോ വയർ കണക്ട് ചെയ്യുമ്പം എത്ര വോൾട്ടേജ് ആണെന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, 8.4 വോൾട്ട്. ഞാനിത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. വോൾട്ടേജ് കാണിക്കുന്നുണ്ടോ, 8.46. ഇതൊരു ട്രാൻസ്ഫോമർ ഉള്ളൊരു അഡാപ്റ്ററാണ്. അതുകൊണ്ടാണ് വേരിയേഷൻ വരുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് AC വോൾട്ടേജിനകത്ത് വേരിയേഷൻ വരുമ്പോൾ ഔട്ട്പുട്ടിലും വേരിയേഷൻ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ്. ഞാനിപ്പോൾ ഇന്ന് വോൾട്ടേജ് കൂട്ടുകയാണ്. അപ്പം കൂട്ടി കഴിയുമ്പോൾ ഇവിടുത്തെ ഇതുണ്ട്. ഇപ്പം 12 വോൾട്ട് കണ്ടോ, ഇപ്പോൾ 12 വോൾട്ടായി. ഇപ്പം 15.2 ആയിട്ടുണ്ട്. ഇതുണ്ടോ, വീണ്ടും കണ്ടോ, 16.5 വോൾട്ടിനടുത്ത് വന്നിട്ടുണ്ട്. 14.67. അപ്പോൾ ഈ വേരിയേഷൻ ഇത് ആക്യുറേറ്റ് ആണ്, ഏറ്റവും കാലിബ്രേറ്റഡ് ആണ്, അതുപോലെ തന്നെ ആക്യുറേറ്റ് ആണ്. ഞാൻ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇത് ഇങ്ങനെ വേരി ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന അഡാപ്റ്റർ ട്രാൻസ്ഫോമർ വെച്ചൊരു അഡാപ്റ്ററാണ്. അപ്പോൾ SMPS ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിനകത്ത് നല്ലതായിട്ട് വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിലും അതിൻ്റെ സെക്കൻഡറി സൈഡും വേരിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മീറ്റർ എടുത്തിട്ടുണ്ട്, മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെഷർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റാണ്. 12.3 12.5 കണ്ടോ വോൾട്ടേജ്. 13.6 രണ്ടിലും സെയിം വോൾട്ടേജാണ്. അപ്പം ഈ മൾട്ടിമീറ്റർ ഓൾറെഡി കാലിബ്രേറ്റഡ് ആണ്. അപ്പം കാലിബ്രേഷൻ ചെയ്തിട്ടുള്ള മൾട്ടിമീറ്റർ വെച്ചാണ് ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പം രണ്ടും ഈക്വലാണ്, നല്ല സെയിം ആണ്. അപ്പോൾ ഇതും കാലിബ്രേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് മൾട്ടിമീറ്റർ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു DC വോൾട്ട് മെഷർ ചെയ്യണമെങ്കിൽ ഒരു 100 വോൾട്ട് വരെ 100 വോൾട്ട് DC വരെ നമുക്ക് വെച്ച് മെഷർ ചെയ്യാം. ഇതിന് വർക്കിംഗ് വോൾട്ടേജ് 5 വോൾട്ട് കൊടുത്താൽ മതി. 5 വോൾട്ട് മുതൽ ഒരു 24 വോൾട്ട് വരെ നമുക്ക് അതിനിടയ്ക്ക് ഏത് വോൾട്ട് വേണം കൊടുക്കാം. 5 വോൾട്ടോ 12 വോൾട്ടോ അല്ലെന്നുണ്ടെങ്കിൽ 24 വോൾട്ടോ. നമുക്ക് 5നും 24നും ഇടയ്ക്ക് എത്ര DC വോൾട്ടേജ് വർക്കിംഗ് ആയിട്ട് കൊടുത്താലും ഓക്കെയാണ്. പിന്നെ മെഷർ ചെയ്യാൻ നമുക്ക് 100 വോൾട്ട് DC വരെ മെഷർ ചെയ്യാനും പറ്റും. മൾട്ടിമീറ്റർ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ചെറിയൊരു മീറ്റർ വെച്ച് നമുക്ക് DC വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് എൻ്റെ ഇതിനകത്ത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വോൾട്ടേജ് നമുക്ക് വേരി ചെയ്യുകയും അതുപോലെ തന്നെ വോൾട്ടേജ് നമുക്ക് അറിയാൻ പറ്റും. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.